ഐസയ 62 അരുളി ചെയ്യുന്നു. 1 സിയോന്റെ ന്യായം പ്രഭാതം പോലെയും ജെറുസലേമിൻ്റെ രക്ഷ ജ്വലിക്കുന്ന പന്തം പോലെയും പ്രകാശിക്കുന്നതുവരെ അവളെ പ്രതി അല്ലെങ്കിൽ അവനെ പ്രതി ഞാൻ നിഷ്ക്രിയനോ നിശബ്ദനോ ആയിരിക്കുകയില്ല. ദൈവം അരുളി ചെയ്യുകയാണ്, നിങ്ങളെ പ്രതി ഞാൻ നിഷ്ക്രിയനായിരിക്കുകയില്ല, ഞാനൊന്നും ചെയ്യാതിരിക്കുകയില്ല. എൻ്റെ ദൈവം, എൻ്റെ സൃഷ്ടാവായ മഹത്വത്തിൻ്റെ ദൈവം നിങ്ങളോട് അരുളി ചെയ്യുന്നു, ഞാൻ നിങ്ങളെ പ്രതി നിഷ്ക്രിയനായിരിക്കുകയില്ല. നിൻ്റെ ന്യായം പ്രഭാതം പോലെയും നിൻ്റെ രക്ഷ ജ്വലിക്കുന്ന പന്തം പോലെയും ആളിക്കത്തുന്നത് വരെ എൻ്റെ ദൈവം പ്രവർത്തിക്കാതിരിക്കുകയില്ല എന്ന് നിന്നോട് അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഉള്ളിൽ കത്തുന്ന ദൈവത്തിൻ്റെ വചനം കത്തുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ നിഷ്ക്രിയനായിരിക്കണോ? ഞാൻ ദൈവത്തിൻ്റെ വചനം പ്രഖ്യാപിക്കേണ്ടേ? അവൻ്റെ വിശ്വസ്തയോടുള്ള വചനം ഞാൻ പ്രഖ്യാപിക്കേണ്ടതല്ലയോ? എന്നെ അതിൽ നിന്ന് തടയാൻ ആർക്ക് കഴിയും? ഈ ലോകത്തിന് കഴിയുമോ? ആർക്കെങ്കിലും കഴിയുകയില്ല എന്ന് ഞാൻ പറയുന്നു. കാരണം എൻ്റെ ദൈവം എന്നെക്കുറിച്ച് നിഷ്ക്രിയനാകാതിരിക്കുമ്പോൾ ഞാൻ പ്രവർത്തനനിരതനായിരിക്കേണ്ടതല്ലയോ? എന്നെ പ്രവർത്തിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ വചനശക്തി എന്നിൽ പ്രവേശിക്കുമ്പോൾ ഞാൻ എന്തു ചെയ്യണം? വീണ്ടും ദൈവം തുടരുന്നു, ജനതകൾ നിൻ്റെ നീതീകരണവും രാജാക്കന്മാർ നിൻ്റെ മഹത്വവും ദർശിക്കും. കർത്താവ് വിളിക്കുന്ന ഒരു പുതിയ പേരിൽ നീ അറിയപ്പെടും. കർത്താവിൻ്റെ കയ്യിൽ നീ മനോഹരമായ കിരീടമായിരിക്കും. നിൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിൽ നീ ഒരു രാജകീയ മകുടവുമായിരിക്കും. പരിത്യക്തിയെന്ന് നീയോ വിജനം എന്ന് നിൻ്റെ ദേശമോ ഇനിമേൽ പറയപ്പെടുകയില്ല. എൻ്റെ സന്തോഷം എന്ന് നീയും വിവാഹിതയെന്ന് നിൻ്റെ ദേശവും വിളിക്കപ്പെടും. എന്തെന്നാൽ കർത്താവ് നിന്നിൽ ആനന്ദം കൊള്ളുന്നു. ജെറുസലേമേ, നിൻ്റെ മതിലുകളിൽ ഞാൻ കാവൽക്കാരെ നിർത്തിയിരിക്കുന്നു. അവർ ഒരിക്കലും രാത്രിയോ പകലോ നിശബ്ദരായിരിക്കുകയില്ല എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. കർത്താവ് അരുളി ചെയ്യുകയാണ്, നിന്നെ സംരക്ഷിക്കാൻ ഉണ്ടാക്കിയ മതിലുകളുടെ മുകളിൽ ഇതാ ഞാൻ കാവൽക്കാരെ നിർത്തിയിരിക്കുന്നു. നിൻ്റെ മതിലുകളിൽ ആരെങ്കിലും നിൻ്റെ മതിലുകൾ തകർക്കാൻ ഒരുമ്പെടുന്നുണ്ടെങ്കിൽ അവർ രാത്രിയോ പകലോ നിശബ്ദരാകാതിരിക്കും. അവർ എപ്പോഴും ഉണർന്നിരിക്കും. അവർ നിശബ്ദരായിരിക്കുകയില്ല എന്ന് ദൈവം വാഗ്ദാനം ചെയ്യുന്നു. ഐസയ 60 ദൈവം പറയുന്നു, ഉണർന്ന് പ്രശോഭിക്കുക, നിൻ്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു. കർത്താവിൻ്റെ മഹത്വം നിൻ്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജനതകളെയും മൂടും. എന്നാൽ കർത്താവ് നിൻ്റെ മേൽ ഉദിക്കുകയും അവിടുത്തെ മഹത്വം നിന്നിൽ ദൃശ്യമാവുകയും ചെയ്യും. കർത്താവാണ് അരുളി ചെയ്യുന്നത്. ജനതകൾ നിൻ്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിൻ്റെ ഉദയശോഭയിലേക്കും വരും. നിൻ്റെ പുത്രന്മാർ ദൂരെ നിന്ന് വരും, പുത്രിമാർ കരങ്ങളിൽ സംവഹിക്കപ്പെടും. ഇതെല്ലാം ദർശിച്ച് നീ തേജസ്വിനിയാകും. വീണ്ടും ഐസയ 60:10 കണ്ടിന്യൂ ചെയ്യുകയാണ്, തുടരുകയാണ് കർത്താവ്. എൻ്റെ കോപത്തിൽ ഞാൻ നിന്നെ ബഹിരിച്ചു, എന്നാൽ എൻ്റെ കരുണയിൽ ഞാൻ നിന്നോട് കൃപ ചെയ്തു. നിന്നെ സേവിക്കാത്ത ജനതയും രാജ്യവും നശിക്കും. ആ ജനത നിർമ്മാർജ്ജനം ചെയ്യപ്പെടും. കർത്താവിൻ്റെ സ്വഭാവമാണ് ഈ പറയുന്നത്. എൻ്റെ ക്രോധത്തിൽ ഞാൻ നിന്നോട് പ്രതികരിച്ചു, എന്നാൽ എൻ്റെ കരുണയിൽ ഞാൻ നിന്നോട് വീണ്ടെടുത്തു. നിന്നെ സേവിക്കാത്തവരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ രാജ്യം നശിക്കും. കാരണം ദൈവത്തിൻ്റെ കയ്യൊപ്പ് നിൻ്റെ മേലുണ്ട്. നിന്നെ പീഡിപ്പിച്ചവരുടെ പുത്രർ നിൻ്റെ അടുക്കൽ വന്ന് താണു വണങ്ങും. നിന്നെ നിന്ദിച്ചവർ നിൻ്റെ പാദത്തിൽ പ്രണമിക്കും. കർത്താവിൻ്റെ നഗരം ഇസ്രായേലിൻ്റെ പരിശുദ്ധനായവൻ്റെ സിയോൻ എന്ന് അവർ നിന്നെ വിളിക്കും. ആരും കടന്നു പോകാത്ത വിധം പരിത്യക്തിയും വെറുക്കപ്പെട്ടവളുമായിരുന്നു നീ. ഞാൻ നിന്നെ എന്നേക്കും പ്രൗഢിയുറ്റവളും തലമുറകളിൽ ആനന്ദവുമാക്കും. ദൈവം തൊടുമ്പോൾ പരിത്യക്തിയായവരെ, ജനതകളും ബന്ധുക്കളും കൂട്ടുകാരും ഉപേക്ഷിക്കപ്പെട്ടവരെ, നിങ്ങളിത് കേൾക്കുവിൻ. ദൈവം നിങ്ങളെ തൊടുമ്പോൾ അവർ എല്ലാം നിങ്ങളിലേക്ക് തിരിച്ചു വരും. ദൈവത്തിൻ്റെ വിശുദ്ധൻ എന്ന് നിങ്ങൾ അറിയപ്പെടും. കർത്താവായ ഞാനാണ് നിൻ്റെ രക്ഷകനെന്നും യാക്കോബിൻ്റെ ശക്തനായവനാണ് നിൻ്റെ വിമോചകനെന്നും നീ അറിയും. സമാധാനത്തെ നിൻ്റെ മേൽനോട്ടക്കാരനും നീതിയെ നിൻ്റെ അധിപതികളുമാകും. പകൽ സൂര്യനായിരിക്കുകയില്ല, ഇനി മേൽ നിൻ്റെ പ്രകാശം
പ്രകാശം. നിനക്ക് പ്രകാശം നൽകാൻ രാത്രിയിൽ ചന്ദ്രനായിരിക്കുകയില്ല പ്രശോഭിക്കുന്നത്. കർത്താവായിരിക്കും നിൻ്റെ നിത്യമായ പ്രകാശം, നിൻ്റെ ദൈവമായിരിക്കും നിൻ്റെ മഹത്വം. നിൻ്റെ സൂര്യൻ അസ്തമിക്കുകയില്ല, നിൻ്റെ ചന്ദ്രൻ മറയുകയുമില്ല. കർത്താവ് നിൻ്റെ നിത്യപ്രകാശമായിരിക്കും. നിൻ്റെ വിലാപ ദിവസങ്ങൾ അവസാനിക്കും. ഞാൻ മഹത്വപ്പെടുത്തേണ്ടതിനെ ഞാൻ നട്ട മുളയും എൻ്റെ കരവേലയുമായ ദേശത്തെ ദൈവം കൈവശപ്പെടുത്തും. ഏറ്റവും നിസ്സാരനായവൻ ഒരു വംശവും ഏറ്റവും ചെറിയവൻ ശക്തിയുള്ള ജനതകളും ദൈവമാക്കും. ഞാനാണ് കർത്താവ്, യഥാകാലം അത് നടത്തുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഐശയ്യ 60. കർത്താവ് തുടരുന്നു. ഐശയ്യ 52. സിയോനെ, ഉണർന്നെഴുന്നേൽക്കുക, ശക്തി സംഭരിക്കുക. വിശുദ്ധ നഗരമായ ജെറുസലേമേ, നിൻ്റെ മനോഹരമായ വസ്ത്രങ്ങൾ അണിയുക. അപരിച്ഛേദിതനും അശുദ്ധനും മേലിൽ നിന്നിൽ പ്രവേശിക്കുകയില്ല. ബന്ധനസ്ഥനായ ജെറുസലേമേ, പൊടിയിൽ നിന്ന് തട്ടിക്കുടഞ്ഞെഴുന്നേൽക്കുക. ബന്ധനസ്ഥനായ സിയോൻ പുത്രി, നിൻ്റെ കഴുത്തിലെ കെട്ടുകൾ പൊട്ടിക്കുക. കാരണം കർത്താവ് അരുളി ചെയ്യുന്നു, വില വാങ്ങാതെ നിങ്ങൾ വിൽക്കപ്പെട്ടു, പ്രതിഫലം കൂടാതെ നിങ്ങൾ മോചിതരാവുകയും ചെയ്യും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, താൽക്കാലിക വാസത്തിന് എൻ്റെ ജനം ഈജിപ്തിലേക്ക് പോയി. അസിറിയക്കാർ അകാരണമായി അവരെ പീഡിപ്പിക്കുന്നു. കർത്താവ് ചോദിക്കുന്നു, എൻ്റെ ജനത്തെ, എൻ്റെ സ്വന്തം ജനത്തെ അകാരണമായി പിടിച്ചു കൊണ്ടുപോകുന്നത് കാണുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? കർത്താവ് അരുളി ചെയ്യുകയാണ്. അത് കാണുമ്പോൾ കർത്താവ് എന്ത് ചെയ്യണം? അവിടുന്ന് അരുളി ചെയ്യുന്നു, അവരുടെ ഭരണാധികാരികൾ വിലപിക്കുന്നു. എൻ്റെ നാമം നിത്യവും ഇടതടവില്ലാതെ നിന്ദിക്കപ്പെടുന്നു. എൻ്റെ ജനം എൻ്റെ നാമം അറിയും. ദൈവം പറയുകയാണ്, എൻ്റെ ജനത്തെ എൻ്റെ കോപത്തിൽ ഞാൻ ചെറുതായി ഒന്ന് കൈവിട്ടപ്പോൾ മറ്റുള്ളവർ അവരുടെ മെക്കെട്ട് കയറി അവരുടെ മുകളിൽ അവരെ ഉപേക്ഷിച്ച് കളഞ്ഞ് അവരെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് അവർക്കെതിരെ സകല വൃത്തികെട്ട കാര്യങ്ങളും പറയുമ്പോൾ ദൈവം അരുളി ചെയ്യുന്നു, എൻ്റെ ജനത്തെ സകലവരും ചവിട്ടുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ ജനം എൻ്റെ നാമം അറിയാൻ ഞാൻ തന്നെ ഇടയാക്കും. ഞാൻ തന്നെയാണ് സംസാരിക്കുന്നതെന്ന് ആ ദിവസം അറിയും. ഇതാ ഞാൻ ഇവിടെയുണ്ട്. ദൈവം പറയുന്നു. പിന്നീട് പറയുന്ന വചനം നമുക്കെല്ലാം അറിയുന്നതാണ്. ഐശയ്യ 52 7. ഏഷ്യ 52:7 എല്ലാവർക്കും അറിയുന്ന വചനമാണ്. നിങ്ങളെ ശക്തിപ്പെടുത്തുന്ന വചനം. സദ്വാർത്ത അറിയിക്കുകയും സമാധാനം വിളംബരം ചെയ്യുകയും രക്ഷയുടെ സന്ദേശം പ്രഘോഷിക്കുകയും സിയോനോട് നിൻ്റെ ദൈവം ഭരിക്കുന്നുവെന്ന് പറയുകയും ചെയ്യുന്നവൻ്റെ പാദം മലമുകളിൽ എത്രയോ മനോഹരം. ജെറുസലേമിൻ്റെ വിജനതകളെ ആർത്തുപാടുവിൻ. കർത്താവ് തൻ്റെ ജനത്തെ ആശ്വസിപ്പിക്കുന്നു. ജെറുസലേമിനെ മോചിപ്പിച്ചിരിക്കുന്നു. തൻ്റെ പരിശുദ്ധകരം എല്ലാ ജനതകളുടെയും മുമ്പിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. ഭൂമിയുടെ എല്ലാ അതിർത്തികളിലും നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷ കാണും. ഭൂമിയിലെ എല്ലാ അതിർത്തികളും ദൈവത്തിൻ്റെ രക്ഷ കാണുമെന്ന് ദൈവം ആസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. ദൈവം നിങ്ങളോട് പറയുന്നു, പോകുവിൻ, പോകുവിൻ, അവിടെ നിന്ന് കടന്നു പോകുവിൻ. അശുദ്ധിയുള്ള എല്ലാ സ്ഥലത്തു നിന്നും നിങ്ങൾ ഓടിപ്പോകുവിൻ. അശുദ്ധ വസ്തുക്കളെ സ്പർശിക്കരുത്, ഓടിപ്പോകുവിൻ. കർത്താവിൻ്റെ പാത്രവാഹകരെ, കർത്താവിൻ്റെ വചനം നിങ്ങളുടെ ഉള്ളിൽ നിക്ഷേപിച്ച ദൈവത്തിൻ്റെ വെസൽസ് എന്ന് വിളിക്കുന്ന കർത്താവിൻ്റെ പാത്രവാഹകരെ, നിങ്ങൾ അവളിൽ നിന്ന് ഓടിയകലുവിൻ. നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ. നിങ്ങൾ തിടുക്കം കൂട്ടേണ്ട, വേഗം ഓടുകയും വേണ്ട. കർത്താവ് നിങ്ങളുടെ മുമ്പിൽ നടക്കും. ഇസ്രായേലിൻ്റെ ദൈവമായിരിക്കും നിങ്ങളുടെ പിൻകാവൽക്കാരൻ. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ശക്തമായ താക്കീതാണത്. ഞാനാണ് നിൻ്റെ മുമ്പിൽ പോകുന്നത്, എങ്കിലും നീ പേടിക്കേണ്ട. പിന്നിൽ നിന്ന് നിന്നെ ആരും ആക്രമിക്കുകയില്ല, കാരണം ഞാൻ തന്നെയാണ് നിൻ്റെ പിൻകാവൽക്കാരൻ. പിന്നീട് ദൈവം ദാവീദിനോട് അരുളി ചെയ്തിട്ടുണ്ട്, ഞാൻ നിൻ്റെ ചുറ്റിലും നിന്നെ സംരക്ഷണ വലയം ചെയ്യും. നിൻ്റെ ചുറ്റിലും ആയിരങ്ങൾ മരിച്ചു വീണേക്കാം. കർത്താവാണ് അരുളി ചെയ്യുന്നത്. എന്നാൽ ഐശയ്യ 53 ദൈവം അരുളി ചെയ്യുന്നു, വീണ്ടും അരുളി ചെയ്യുന്നു, ഇത് കേട്ടവരാർ, ദൈവത്തിൻ്റെ വചനം അറിയുന്നവരാർ, അതിൽ ശക്തി സംഭരിക്കുന്നവരാർ. നിങ്ങൾ മദ്യത്തിൽ മുഴുകി ശക്തി സംഭരിക്കുന്നു. നിങ്ങൾ സ്ഥലങ്ങൾ കണ്ട് നിങ്ങളുടെ കണ്ണുകളെ ആനന്ദ പുളകമണിയിക്കുന്നു. എന്നാൽ കർത്താവിൻ്റെ ആത്മാവിൽ പുളകമണിയിക്കുന്നവനാരാണ്? കർത്താവിൻ്റെ ആത്മാവിൽ സ്വയം പുളകിതനാകുന്നതാരാണ്? ദൈവത്തിൻ്റെ വചനത്താൽ വീണ്ടും ജനിച്ചവരെ, നിങ്ങൾ നിശബ്ദരായിരിക്കരുത്. കാരണം ഐശയ്യ 53 ദൈവം അരുളി ചെയ്യുന്നു, നമ്മൾ കേട്ടതാർ വിശ്വസിച്ചു, കർത്താവിൻ്റെ കാരന്മാർക്ക് വെളിപ്പെട്ടിട്ടുണ്ട്.